ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എടുത്തുണ്ട്. ഒരൊറ്റ കുട്ടിനെ കല്യാണം മുടക്കരുത്. കല്യാണം നമ്മൾ മുടക്കിയാൽ നമ്മളൊരു പാഠം അല്ലാഹു തആല ഇവിടുന്ന് പഠിപ്പിക്കും. ദുൽമാണ്. ദുൽമ ചെയ്ത ഒരാള് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ എന്തായി പോവില്ല, മരിച്ചു പോവില്ല. ദുൽമ ഒരാൾ ചെയ്തോ, അത് മനുഷ്യനല്ല, ഒരു ജീവിക്കാണെങ്കിലും കാട്ടുജീവിക്കാണെങ്കിലും നാട്ടുജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ മരിച്ചു പോകും. ദുൽമ ചെയ്യാൻ പാടില്ല. ദുൽമാണ് ആ സാധനം, കല്യാണം മുടക്കുക എന്നുള്ളത്. അതിനാരും ആണും പെണ്ണും നിൽക്കരുത്. സാധ്യതയുള്ള വാക്കും പറയരുത്, സങ്കല്പമുള്ള വാക്കും പറയരുത്. നേരെന്താണോ ഹക്ക് പറയണം. പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ ആള് നന്നായിട്ടുണ്ടെന്നാ പഴയ കഥ പറയരുത്. ഒരാൾ നേരത്തെ 10-15 വയസ്സിൽ എന്തോ തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണം. അപ്പൊ 10-25 വയസ്സേക്കും, ഇപ്പൊ അയാൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് 15 വയസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും. ഇപ്പൊ 25 ആള് നന്നായി ഉഷാറായിക്കണ്. നമ്മൾ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ എത്ര മോശമാണ് അല്ലാണ്ട് നമുക്കറിയില്ലേ. അതും കൂടി അല്ലാഹു തആല ഒഴിവാക്കി. ഈ വിഷയത്തിൽ ആൾ എത്ര മോശം ഉഷാറുണ്ട്. ഒരു ബാപ്പയും ഒരു ഉമ്മയെങ്ങാനും ആ വിഷയത്തിൽ 30, 35, 40 വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി കണ്ണീര് ഉറ്റിപ്പോയോ അതിൻ്റെ അനുഭവിക്കേണ്ടി വരും.